ലോക ആരോഗ്യ ദിനാചരണം വളന്തകാട് പ്രാഥമികാരോഗ്യത്തിൻ്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ റാലിയും ചിത്രരചന മത്സരവും ഏകാരോഗ്യം മഴക്കാല രോഗങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസും നടത്തി. മരട് നഗരസഭ 22 ഡിവിഷൻ കൗൺസിലർ ടി.എം. അബ്ബാസ് ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ മരട് നഗരസഭ 32 ഡിവിഷൻ കൗൺസിലർ മിനി ഷാജി അധ്യക്ഷത വഹിച്ചു. JHI ശ്രീലത ക്ലാസ് എടുക്കുകയും JPHN സംഗീത ലോക ആരോഗ്യ സന്ദേശം നൽകുകയും CDS ചെയർപേഴ്സൺ ടെൽമ, MLSP ഷെഫി എന്നിവർ ആശംസകൾ നേരുകയും MLSP പ്രീതി നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു. അംഗനവാടി ടീച്ചേഴ്സ്, ADSൻ്റെ പ്രവർത്തകർ, ആശാപ്രവർത്തകർ, കുട്ടികൾ എന്നിവർ റാലിയിൽ പങ്കെടുത്തു. ചിത്രരചന മത്സരത്തിൽ 1ഉം 2ഉം സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയവർക്ക് ലക്ഷർ ഹോസ്പിറ്റൽ സ്പോൺസറുടെ ട്രോഫി സമ്മാനിച്ചു. ഇന്നത്തെ തലമുറ വേറൊരു കാര്യത്തിൽ ശ്രദ്ധിക്കും. വളരെയധികം പേര് ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട്. അവർ ജിമ്മിലൊക്കെ പോയി കുട്ടികൾ, അത് വനിതകളെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ. അവർ ഒരുപാട് പേര് ജിമ്മിൽ പോയി അവരുടെ ആരോഗ്യം നോക്കും. അവർക്കറിയാം ഇനിയുള്ള കാലത്ത് ജീവിക്കണമെങ്കിൽ അവരുടെ ആരോഗ്യം വേണം, സൗന്ദര്യം വേണം, അതുപോലെ തന്നെ വിദ്യാഭ്യാസം. ഇത് മൂന്നുമുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ടുള്ള ജീവിതം നമുക്ക് നയിക്കാൻ സാധിക്കും. പലപ്പോഴും നമ്മുടെ പരിസരം അല്ലെങ്കിൽ പ്രദേശം മാലിന്യമുക്തമാകുന്നത് നമ്മളാരും കൊണ്ടല്ല. കാലങ്ങളായി കടന്നു വന്ന സർക്കാരുകൾ, ആ സർക്കാരിൻ്റെ അലംഭാവം കൊണ്ട് മാത്രമാണ് നമ്മുടെയൊക്കെ പ്രദേശം ഇത്രയും ദുഷിച്ചുപോയി. നിരോധിക്കപ്പെട്ട പ്ലാസ്റ്റിക് നിരോധിക്കപ്പെടണം. അല്ലാതെ നിരോധിക്കപ്പെട്ട പ്ലാസ്റ്റിക് വ്യവസായാടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് അത് സാധാരണക്കാരുടെ ഇടയിലേക്ക് കയറ്റി വിടുന്നതുകൊണ്ടാണ് കൂടുതൽ മാലിന്യങ്ങൾ ഈ പ്രദേശത്ത് വരുന്നത്. പലപ്പോഴും മുമ്പൊക്കെ നമ്മുടെ നാട്ടിൽ ജനസംഖ്യ കുറവായതുകൊണ്ട് ചെറുപ്പനാളുകളിൽ ഒരുപാട് പറമ്പുള്ള കാരണം നമുക്ക് മാലിന്യങ്ങളില്ല, അന്ന് പ്ലാസ്റ്റിക് കിറ്റുകളില്ല. നമ്മുടെ വീട്ടിൽ വരുന്ന ഭക്ഷണപദാർത്ഥങ്ങൾ ബാക്കി വരുന്ന നമ്മൾ പറമ്പിലേക്ക് ഇട്ട് കൊടുത്ത കോഴിയ, പൂച്ചയ, അല്ലെങ്കിൽ കാക്കയോ പട്ടിയോ പൂച്ചയൊക്കെ വന്ന് കഴിച്ചത് വൃത്തിയാക്കി തരും. ഇന്നിപ്പോൾ അതില്ല. ഇന്നിപ്പോൾ ഏതെങ്കിലും ഒരു കിറ്റിൽ പ്ലാസ്റ്റിക് മാലിന്യം കിട്ടിയിട്ട് ആ കാലിലേക്ക് കൊണ്ടെടുത്ത്, അല്ലെങ്കിൽ സ്കൂട്ടറെടുത്ത്, അല്ലെങ്കിൽ സ്വന്തം വാഹനമെടുത്ത് ഒറ്റെറിയണം. ഏതെങ്കിലും ആളുടെ തലയില അല്ലെങ്കിൽ അയലോക്കക്കാരുടെ വീട്ടിൽ. അതായത് ആരോഗ്യം പരിപാലിക്കുമ്പോൾ എൻ്റെ ആരോഗ്യം മാത്രം നല്ലതാണ്, അവൻ്റെ ആരോഗ്യം മോശമായിട്ടെന്ന് പറഞ്ഞാൽ അപ്പുറത്ത് വീട്ടിലേക്ക്. ഇത് മാറണം എന്നാണ് ശ്രീലത പറഞ്ഞത്. ഇവിടെ ഇതിനോട് അനുബന്ധിച്ച് നടന്ന ഈ ഡ്രോയിങ് മത്സരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ ഒന്നിനൊന്ന് മികച്ചു നിൽക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആരോഗ്യം നമുക്ക് സംരക്ഷിക്കാം. ഈ പരിപാടി എല്ലാവരുടെ അനുവാദത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. മനസ്സിലാക്കേണ്ടതുണ്ട് ആരോഗ്യമാണ്. അപ്പൊ നമ്മുടെ സിസ്റ്റർ പറഞ്ഞതുപോലെ രോഗമില്ലാത്ത അവസ്ഥ ഏതാണോ അതാണ് ആരോഗ്യം. ഇന്നത്തെ കാലത്ത് അത് നമുക്ക് കണ്ടുകിട്ടുക എന്നത് തന്നെ വളരെയധികം പ്രയാസമാണ്. കാരണം എവിടെ നോക്കിയാലും പ്ലാസ്റ്റിക്കിന്റെ കെട്ടുകളും പ്ലാസ്റ്റിക് കത്തിക്കലും അതുപോലെ ഭൂമിയെ നശിപ്പിക്കുന്ന പ്രക്രിയകളുമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് പ്ലാസ്റ്റിക് ഈ ലോകത്തിലേക്ക് വരവേറ്റ നാൾ മുതൽ ഭൂമിയുടെ ചരമഗീതവും എഴുതപ്പെട്ടു. അതോടുകൂടി നമ്മുടെ ഭൂമിയുടെ എല്ലാ ഗുണങ്ങളും നഷ്ടപ്പെട്ടു. നമ്മുടെ ജീവിതത്തിന്റെ ആരോഗ്യത്തെയും അത് ബാധിക്കാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ ഇനി വരുന്ന തലമുറയാണ് കൂടുതൽ അതിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. അതായത് പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങളൊക്കെ ഒരുവിധമായി കഴിയുമ്പോൾ, നിങ്ങളുടെ കുടുംബജീവിതമൊക്കെ തുടങ്ങിക്കഴിയുമ്പോൾ, നിങ്ങൾക്കൊക്കെ മക്കളൊക്കെ ആയിക്കഴിയുമ്പോൾ, ആ സമയത്ത് നമുക്ക് ശുദ്ധവായുവിനും ശുദ്ധജലത്തിനും വേണ്ടി അലയേണ്ട ഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് നിങ്ങളായിട്ട് നല്ലൊരു പരിസ്ഥിതി ഉണ്ടാക്കാൻ, പ്രകൃതി ഉണ്ടാക്കാനായിട്ട് ഇന്ന് തൊട്ട് നിങ്ങൾ ശ്രമിക്കണം. വെക്കേഷൻ ആയതുകൊണ്ട് നമ്മുടെ സിസ്റ്റർ പറഞ്ഞതുപോലെ, JHI പറഞ്ഞതുപോലെ പല പല ക്ലാസ്സുകൾ നമുക്കായിട്ട് വെക്കും. ആ ബോധവൽക്കരണ ക്ലാസ്സിൽ പങ്കെടുക്കണം. നമ്മുടെ കുട്ടികളെ ഞങ്ങള് കൂടുതൽ ഉൾപ്പെടുത്താൻ കാരണം ഇന്നത്തെ കുഞ്ഞുങ്ങളാണ് നാളത്തെ പൗരന്മാർ. നിങ്ങളിലൂടെയാണ് ഞങ്ങൾക്ക് പല കാര്യങ്ങളും ലോകത്തിലേക്ക് വിളിച്ചു പറയാൻ പറ്റുന്നത്. ഇന്നത്തെ കുട്ടികളിലൂടെ മാത്രമേ പറ്റുള്ളൂ. കാരണം ഈ ലോകാരോഗ്യ ദിനം നമ്മൾ ആചരിക്കാൻ തുടങ്ങിയത് 1950 തൊട്ട് ആചരിക്കുന്നുണ്ട്. കാരണം ഇന്ന് ഏകാരോഗ്യം എന്ന ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകാരോഗ്യം എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലുള്ള ആരോഗ്യം. പണ്ട് നമ്മൾ പറയുന്നത് ആരോഗ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗമില്ലാത്ത അവസ്ഥ എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. പക്ഷെ ആരോഗ്യം എന്നാൽ രോഗമില്ലാത്ത അവസ്ഥ തന്നെയാണ്. പക്ഷെ കുറേ കാര്യങ്ങളിൽ രോഗമില്ലാത്ത അവസ്ഥ, അതായത് നമ്മുടെ മാനസികമായിട്ടും ശാരീരികമായിട്ടും
പിന്നെ നമ്മുടെ എന്താ പരിസ്ഥിതി ആരോഗ്യമായിരിക്കണം. എല്ലാം ആരോഗ്യമായിട്ടിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ആരോഗ്യം ഉണ്ടെന്ന് പറയാൻ പറ്റൂ. അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോ ആരോഗ്യം ഉണ്ടോ? എനിക്കൊരു അസുഖമില്ല എന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ ആരോഗ്യവതിയാണെന്ന് പറയാം. പക്ഷെ എൻ്റെ മാനസികമായിട്ട് ഞാൻ ഓക്കെ ആയിരിക്കില്ല, ഫിസിക്കലി ഓക്കെ ആയിരിക്കില്ല. നമുക്ക് പറയാം അസുഖങ്ങളില്ല എന്ന് പറയാം, രോഗമില്ലാത്ത അവസ്ഥയാണ് ആരോഗ്യം എന്ന് പറയുകയാണെങ്കിൽ. പക്ഷെ നമ്മുടെ പരിസ്ഥിതി ഇന്ന് വളരെയധികം മലിനമാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ നമ്മുടെ പരിസ്ഥിതി സംരക്ഷണമാണ് മെയിനായിട്ട്. മാലിന്യമാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. വേൾഡ് ഹെൽത്ത് ഡേയുമായി ബന്ധപ്പെട്ടുള്ള അവബോധ പരിപാടി നമ്മൾ ഇന്ന് സംഘടിപ്പിച്ച ഈ ഒരു അവധിക്കാല ദിനത്തിൽ നിങ്ങൾക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു പ്രോഗ്രാം ആയിരിക്കും വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളിലേക്ക് തന്നെ, കുട്ടികളിലേക്ക്, ഭൂമിയുടെ അടുത്ത അവകാശികൾ നിങ്ങളാണ്. ഈ ഭൂമിയെ എത്ര സുന്ദരമാക്കി കൊണ്ടുപോയാലാണ് നമുക്കിനി തുടർകാലങ്ങളിൽ ജീവിച്ചു പോകാൻ പറ്റുന്നത്. നിങ്ങളിപ്പോൾ മറ്റുള്ളവരെല്ലാവരും പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവണം. കാരണം നമ്മൾ ഉന്നത വിദ്യാഭ്യാസം നേടിയാലും എത്ര പണം ഉണ്ടാക്കിയാലും നമുക്കിത് ആസ്വദിക്കാൻ കഴിയണമെങ്കിൽ നമുക്ക് ആരോഗ്യം വേണം. സഞ്ചരിക്കാൻ, ഇത് ലോകത്ത് നമുക്ക് ഒരുപാട് സുന്ദരമായ കാഴ്ചകളുണ്ട്. ഇതെല്ലാം നമ്മൾ പോയി ആസ്വദിക്കണമെങ്കിൽ നമുക്ക് ആരോഗ്യം വേണം. പണം മാത്രം ഉണ്ടായാൽ പറ്റില്ല. അപ്പോൾ ഇതിനാദ്യം നമ്മൾ ചെയ്യേണ്ടത് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മാതാപിതാക്കളിൽ നിന്നും നമ്മുടെ അധ്യാപകരിൽ നിന്നും നമുക്ക് വേണ്ടപ്പെട്ട ആളുകളിൽ നിന്നും കിട്ടുമ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ളൊരു മനസ്സ് നമ്മൾ ഇനിയെങ്കിലും കാണിച്ചു തുടങ്ങും. കാരണം ഇന്നത്തെ കുട്ടികൾ ഫുഡിന്റെ കാര്യമൊക്കെ പറഞ്ഞാൽ നല്ലൊരു ചീര അല്ലെങ്കിൽ ഇച്ചിരി മുരിങ്ങയിലിട്ടൊരു തേങ്ങ അരച്ച് നല്ല സ്വാദിഷ്ടമായിട്ടായിരിക്കും നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് ചെയ്തു തരുന്നത്, നിങ്ങളുടെ അമ്മമാർ നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നത്. എന്നാൽ പോലും ഈ കറി അങ്ങ് മാറ്റി വെച്ചിട്ട് ഒരു ചിക്കനോ ബീഫോ അങ്ങനെയുള്ള കറികളിലും കൂടുതൽ താല്പര്യം കാണിക്കുന്ന മക്കളാണ്. കാരണം ഇതൊക്കെ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് കൂടിയാണ് ഞാൻ പറയുന്നത്. വേൾഡ് ഹെൽത്ത് ഡേനെ കുറിച്ച് പറയാനാണെങ്കിൽ എല്ലാ വർഷവും 1942 നമ്മുടെ WHO വന്നതിന് ശേഷം 1950 മുതലാണ് നമുക്ക് വേൾഡ് ഹെൽത്ത് ഡേ ഏപ്രിൽ 7 ആചരിക്കണം എന്നുള്ളൊരു നിയമം വന്നത്. അത് തുടർന്ന് എല്ലാ വർഷങ്ങളിലും നമ്മൾ ഏപ്രിൽ 7 വേൾഡ് ഹെൽത്ത് ഡേ ആയിട്ട് ആചരിക്കുകയാണ്. ഈ വർഷത്തെ വേൾഡ് ഹെൽത്ത് ഡേ തീം എന്ന് പറയുന്നത് നമുക്കറിയാം, മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്നുള്ളതാണ്. എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നുള്ളതാണ്. എനിക്ക് മുമ്പ് എൻ്റെ കൂടെ സഹപ്രവർത്തകയായ ശ്രീല സാറ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതോടൊപ്പം മറ്റുള്ള ഒരാളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നത് അവരുടെ റൈറ്റാണ്. അപ്പോൾ നമ്മളുടെ വീടും പരിസരവും നമ്മൾ വൃത്തിയായി സൂക്ഷിക്കുക, നല്ല രീതിയിലുള്ള ആഹാരങ്ങൾ കഴിക്കുക, പിന്നെ എന്താണ് ഡ്രഗ്സും മറ്റുള്ള കാര്യങ്ങളും ആൽക്കഹോളും പിന്നെ സ്മോക്കിംഗ് ഹാബിറ്റുകളും അങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ നമ്മൾ ഈ ഇരിക്കുന്നവരെല്ലാം അത് ചെയ്യുന്നു എന്നുള്ളതല്ല, ഇനി ഭാവിയിൽ ചെയ്യുന്നവരും ചെയ്യാനായിട്ട് നമ്മൾ പല ചതിക്കുഴികളിലും പെടാവുന്ന ഒരാൾക്കാർ തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളതുമാണ്. അപ്പം അങ്ങനെയുള്ള ശീലങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി നല്ല രീതിയിലുള്ള ഒരു ആരോഗ്യം വാർത്തെടുക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയണം. രണ്ടാം സമ്മാനം നമ്പർ 12 കാലിക പ്രസക്തിയുള്ള സംഭവം. ഇപ്പോൾ JPHM പറഞ്ഞു, എല്ലാവരും പറഞ്ഞു, മെമ്പർമാരെല്ലാവരും പറഞ്ഞു, മാലിന്യമാണ് എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വം. മാലിന്യം തന്നെയാണ് ആരോഗ്യം. അപ്പോൾ ആ മാലിന്യം സംരക്ഷണം അടിസ്ഥാനപ്പെടുത്തി